ദുബായ് ടോക്സ് പാർട്ട് 3. അങ്ങനെ ആ MBAയുടെ അവിടെ എനിക്ക് ഓൾറെഡി എല്ലാം സെറ്റായി. അവർ ജോബൊക്കെ ഓക്കെ പറഞ്ഞു, ജോയിനിങ് ഡേറ്റൊക്കെ എന്നോട് പറഞ്ഞു. ഓഫർ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പണ്ട് ഒരു ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി, നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ദൈവം. ആ പുള്ളി എനിക്കന്നൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ. ആ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി, ഇന്നൊരു ബാങ്കിൻ്റെ പേരും പറഞ്ഞു, അവിടെ ആ പുള്ളി വർക്ക് ചെയ്യുകയാണ്, പുള്ളി നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചു, പുള്ളിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. പുള്ളി എൻ്റെ CV ഒക്കെ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അതൊക്കെ അങ്ങ് വിട്ടായിരുന്നു. കാരണം ഓൾറെഡി എല്ലാ ബാങ്കിൽ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ബാങ്ക് നോക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റായി. ഇവിടെ പോകാമെന്നുള്ള ഡിസിഷനിലും ആയി. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. 2500 ആണെങ്കിലും കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അല്ല, അത് മതി എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ മാനേജർ നിനക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, നാളെ കൃത്യം 12 മണിയാകുമ്പോൾ ഇൻ്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞു. 1 മണിക്ക് ശേഷം മാനേജർ പോകും, കറക്റ്റ് 12 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി, ഞാൻ വരുന്നില്ല, ഓൾറെഡി എനിക്ക് ജോബ് സെറ്റായി, ഞാൻ ഇനി ബാങ്കിങ് നോക്കുന്നില്ല എന്ന് പുള്ളിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഓക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ പിന്നെ ഞാൻ ഒരിടത്ത് പോകാൻ നിൽക്കുമ്പോൾ പുള്ളി എന്നെ വിളിച്ചു. ആ സെയിം ഡേയിലായിരുന്നു, ഒരു 11 മണിയായിട്ടുണ്ട്. പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ശരണ്യ കറക്റ്റ് 12 മണിക്ക് ഒന്ന് ഇൻ്റർവ്യൂവിന് വായോ, മാനേജർ നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ല, വാ വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായിരിക്കും എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, അപ്പോൾ എന്തായാലും പോയി നോക്കാം, എന്തോ ദൈവം വിളിപ്പിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിനെയും കൂടി ഞങ്ങൾ നേരെ ഇൻ്റർവ്യൂവിനോട്ട് വിട്ടു.